ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ദില്ലി മേ ഉനിന്ദ എന്ന് പറയുന്ന SLC ഹിന്ദിയിലെ ഒരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ നോക്കും. അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം. പാഠത്തിന്റെ പേര് ദില്ലി മേ ഉനിന്ദ എന്നാണ്. ദില്ലിയിലെ ഉറക്കമില്ലാത്ത ആളുകളെ സൂചിപ്പിക്കുന്നതിനാണ് ദില്ലി മേ ഉനിന്ദ എന്ന് പറയുന്ന ടൈറ്റിൽ. ഇനി ഈ പാഠം എഴുതിയത് ഗഗൻ ഗില്ലാണ്. റൈറ്ററിന്റെ പേര് ഗഗൻ ഗില്ലാണ്. അപ്പോൾ ഗഗൻ ഗിൽ ഒരു ലേഡിയാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് സൻസ്മരൺ ആണ്. ഓക്കെ, ഈ കിസ്വിതാക്കി രചന എന്ന് ചോദിച്ചാൽ ഇതൊരു സൻസ്മരണാണ്. സൻസ്മരണ അല്ലെങ്കിൽ ഒരു രേഖാചിത്രമാണ് ഇത്. ഓക്കെ, അതായത് ഒരു ഓർമ്മക്കുറിപ്പ്. അതായത് ഗഗൻ ഗില്ലിന്റെ ലൈഫിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റും അതെന്താണ് ഒരു ഓർമ്മയായിട്ട് ഒരു ഓർമ്മക്കുറിപ്പായിട്ട് എഴുതിയിരിക്കുകയും ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു പാഠം. ദില്ലി മേ ഉനിന്ദ എന്നാണ് പാഠത്തിന്റെ പേര്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലൂടെ പോകാം. അപ്പൊ ഇതിലെ മെയിൻ പോയിന്റ്സുകൾ ഒന്നുകൂടി പറയാം. എന്നിട്ട് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റിൽ വരുന്നിരിക്കുന്ന നമ്മുടെ ലേഖിയായിട്ടുള്ള ഗഗൻ ഗില്ല് ഒരു ദിവസം ഫെബ്രുവരിയിലെ ഒരു ദിവസമാണ് സ്വാതിയിൽ നിന്നും കുറച്ച് സാഹിത്യ അക്കാദമിയുടെ പുസ്തകങ്ങളൊക്കെ വാങ്ങിയിട്ട് റോഡിലേക്ക് ഇറങ്ങി. ഓക്കെ, അപ്പോൾ സ്വാതിയിൽ നിന്നാണ് സാഹിത്യ അക്കാദമിയിലെ പുസ്തകങ്ങൾ വാങ്ങിയത്. ഈ പോയിന്റ്സ് ഞാൻ വീണ്ടും പറയാനുള്ള കാരണം വൺ വേർഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഒരുപക്ഷെ പാസേജ് തന്നിട്ട് ചോദിക്കാം. അപ്പോൾ എന്താണ് ബിർള മന്ദിർ കെ ബാഹർ തോയേക്ക് ഓട്ടോ ഖടഹെ, അതായത് ബിർള മന്ദിറിന് പുറത്തായിട്ട് 1-2 ഓട്ടോ ഉണ്ട്. അതിൽ ഒന്നിൻ്റെ അടുത്ത് ഒരു ഓട്ടം പോകാം എന്ന് നമ്മുടെ ലേഖിക പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ആ ഒരു ഓട്ടോയിൽ കയറിയിരിക്കുകയാണ്. കയ്യിലുള്ള ബുക്കുകളൊക്കെ ഓട്ടോയ്ക്കുള്ളിലേക്ക് വെച്ചു. ഇനി അതിനുശേഷം ആ ഓട്ടോക്കാരനെ കുറിച്ചാണ് പിന്നീടുള്ള വർണ്ണന മുഴുവനും. അയാളുടെ ശരീരത്തിലേക്ക് ഒരു പ്രത്യേക ക്ഷീണം കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സീറ്റിനടിയിൽ നിന്ന് ഒരു ചെളി പുരണ്ട അഴുക്ക് നിറഞ്ഞ ഒരു സ്വെറ്റർ എടുത്ത് ആ ഓട്ടോക്കാരൻ ധരിച്ചു. ഇത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയാളെ കുറിച്ചൊരു ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം പിന്നീട് പറയുന്നതാണ് ഫൂക്ക് ഓർ ബിമാരി, അതായത് ആ ഓട്ടോക്കാരനെ കാണുമ്പോൾ തന്നെ അറിയാം ആള് ദാരിദ്ര്യത്തിലാണ് അല്ലെങ്കിൽ പട്ടിണിയാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. അതിന്റെ റീസൺ എന്താണ്? ആഖേം ഓർബി ദംസി ദിഖേഗി, അതായത് കണ്ണുകൾ കുഴിഞ്ഞതാണ്. അതുപോലെ തന്നെ ചെഹരേക്കി ഹഡ്ഡിയാണ്, അതായത് മുഖത്തുള്ള എല്ലുകളും തെളിഞ്ഞ് കാണാം. ഇപ്പൊ എന്താണ് ലേഖിക്ക് അയാളുടെ പേരറിഞ്ഞുകൂടാ. പിന്നീട് എന്താണ് ഓട്ടോ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്താണ് അയാൾ ചുമക്കുകയാണ്. ഹാസി ശുരു ഹോ ജാന എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ശക്തിയായിട്ട് ചുമക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോഴാണ് നമ്മുടെ ലേഖി ആദ്യമായിട്ട് അയാളുടെ അടുത്ത് ചോദിക്കുന്ന ഹാസി കബ്സേഹെ എന്നു മുതലാണ് ഈ ചുമ തുടങ്ങിയത്. അപ്പൊ എന്താണ് പറയുന്നത്? ഏകദേശം 10-12 വർഷമായി കാണും. അതായത് ഏകദേശം ദില്ലിയിലേക്ക് വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ്. അപ്പൊ ഏതെങ്കിലും ഡോക്ടറിനെ കാണിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള പൈസ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് അടുത്തതായിട്ട് വീണ്ടും ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ മുന്നോട്ടേക്ക് പോവാണ്. ആ ദില്ലി കബ് ആയത്, അപ്പൊ ഇനി എന്താണ് നിങ്ങൾ എപ്പോഴാണ് ദില്ലിയിലേക്ക് വന്നത്? 1979 എന്ന് പറയുന്നുണ്ട്. ആ ഡേറ്റ് ആണത്. ഹർ കഹം ഹെ ആപ്ക, താങ്കളുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ വീട് എന്ന് പറയുന്നത് ഈ ഓട്ടോ തന്നെയാണ്, ഇവിടെ തന്നെയാണ് ഞാൻ സാധനങ്ങളൊക്കെ വെക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഓട്ടോയില് പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം വീട്ടിലെ, അതായത് അദ്ദേഹത്തിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഓട്ടോയുടെ മുകളിലും സൈഡിലും ഒക്കെ ആയിട്ട് ഉണ്ട്. അപ്പം ഇതിൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എന്ത്? 14 സാൽ ബീത് ഗയ, ഏകദേശം 14 വർഷമായിട്ടുണ്ട് അദ്ദേഹം അവിടെ വന്നിട്ട്. അപ്പൊ അത്രയും നാൾ എന്താണ് അദ്ദേഹത്തിന് ശരിക്കും ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല. കാരണം സ്വന്തം എന്ന് പറയാനൊരു വീടില്ല. അതുപോലെ തന്നെ എന്താണ് ദില്ലിയിലെ വളരെ തിരക്കുള്ള ഒരു റോഡിലൂടെയാണ് അദ്ദേഹം എപ്പോഴും നടക്കുന്നത്. ഓക്കെ, നല്ലൊരു ഡ്രസ്സും അദ്ദേഹത്തിന് ഇല്ല. അതുപോലെ തന്നെ അദ്ദേഹം ഉറങ്ങുന്നത് ഈ ഓട്ടോയുടെ ബാക്ക് സീറ്റിലാണ്. അതുപോലെ തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആ സീറ്റിന്റെ അടിയിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ബോക്സിനകത്ത് ഒരു കമ്പലുണ്ട്, ഒരു ജോഡി ഡ്രസ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ പാത്രമുണ്ട്. ഇനി ഹാന അല്ലെങ്കിൽ മീൻസ് അദ്ദേഹം ആഹാരം കഴിക്കുന്ന ഏതെങ്കിലും ഡാബയിൽ നിന്നാണ്. പുറത്തുള്ള ചെറിയ തട്ടുകട പോലെയുള്ള നോർത്തിലേക്കുള്ള അതിനാണ് നമ്മൾ ഡാബ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബാത്റൂമിന് വേണ്ടി പബ്ലിക് ശൗചാലയമാണ് യൂസ് ചെയ്യുന്നത്. ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് ഇയാളുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുവാണെങ്കിൽ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ കുളിക്കുന്നത് റോഡ് സൈഡിൽ ഏതെങ്കിലും ഒരു പൈപ്പിലാണ്. ഓക്കെ, ഇങ്ങനെ അവരുടെ കോൺവെർസേഷൻ മുന്നോട്ടേക്ക് പോയപ്പോൾ നമ്മുടെ ലേഖയുടെ വീടെത്തി. അപ്പോൾ അതിനുശേഷം പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലേഖ ചോദിക്കുവാണ്, ക്യാ ഹം കൽ കിസി സമയം മിൽ സക്തെ, നാളെ നമുക്ക് എപ്പോഴെങ്കിലും കാണാനായിട്ട് സാധിക്കുമോ? അപ്പോൾ അയാൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്യോ, എന്തുകൊണ്ടാണ്? മേ ആപ്കെ ബാരെ മേ സബ് ജാനന ചാഹത്തി ഹൂം, അതായത് നമ്മുടെ ലേഖയ്ക്ക് എന്താണ് ഇയാളെ കുറിച്ച് കൂടുതൽ
കാര്യങ്ങൾ അറിയണം. അപ്പം നമ്മുടെ ഓട്ടോക്കാരൻ ചോദിക്കുകയാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് പ്രയോജനം, സർക്കാർ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഡൗട്ടുകളൊക്കെ നമ്മുടെ ഓട്ടോക്കാരന് തോന്നുകയാണ്. അപ്പം പറയുന്ന ഇതാണ്, താങ്കൾ സംസാരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ താങ്കളെ പോലെ തന്നെ കഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ച് മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലേഖയുടെ ജോലിയാണ് ഇനി പറയുന്നത്. ലേഖ ചെയ്യുന്നത് ഒരു റേഡിയോയിൽ ഒരു പ്രോഗ്രാം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്താണ് ഒരു സിറ്റുവേഷൻ തന്നിട്ട് സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞ് ചോദിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ലേഖയും നമ്മുടെ ഈ റിക്ഷാവാല ആയിട്ടുള്ള കോൺവെർസേഷനും ഇതിനിടയ്ക്ക് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ എന്താണ് ഈ നമ്മുടെ ഓട്ടോക്കാരൻ പിറ്റേ ദിവസം ലേഖയുടെ വീട്ടിൽ വരുവാണ്. അപ്പോൾ ആദ്യം നിലത്താണ് ഇരിക്കുന്നത്, പിന്നീട് സോഫയിൽ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്താണ്, താങ്കളുടെ സോഫ ചെളിയാക്കാൻ എനിക്ക് ആഗ്രഹമില്ലെന്ന ഓട്ടോക്കാരൻ പറയുന്നുണ്ട്. പിന്നീട് അവരെന്താണ് ചായ ചോദിക്കുന്നത്. ഓക്കെ, അതിനിടയ്ക്ക് ഒരു ക്യാരക്ടർ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലേഖിയനെ കണ്ടു, റിക്ഷാവാലനെ കണ്ടു. അടുത്തതാണ് സാൻഡി. സാൻഡി എന്ന് പറയുന്നത് നമ്മുടെ ലേഖയുടെ ഫ്രണ്ടാണ്, ഹാർവർഡിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഫ്രണ്ടാണ്. അപ്പോൾ അയാളാണ് ടേപ്പ് റെക്കോർഡർ ഓൺ ആക്കുന്നത്. അതായത് ഇവർ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്യുന്ന സാൻഡിയാണ്. അപ്പോൾ ഇനി അടുത്തത് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ലേഖ റേഡിയോയ്ക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി ആ പ്രോഗ്രാമിനെ കുറിച്ചാണ് പറയുന്നത്. ഹം ഭാരത് മേ അമേരിക്ക കെ നാഷണൽ പബ്ലിക് റേഡിയോക്ക്, അതായത് അമേരിക്കയിലെ നാഷണൽ പബ്ലിക് റേഡിയോയ്ക്ക് വേണ്ടിയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അന്ന ഓർ ഫൂക്ക് ശൃംഖലാക്കെ പ്രോഗ്രാം ബനാ രഹേ थे. അന്ന എന്ന് വെച്ചാൽ ആഹാരം, ഫൂക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പ്. ആ ഒരു ടൈറ്റിലിൽ ശൃംഖല മീൻസ് സീരീസ്, ആ ഒരു സീരീസ് ആയിട്ട് കുറച്ച് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അന്നേരമാണ് ഞാൻ താങ്കളെ കണ്ടത്. അങ്ങനെയാണ് ഈ ഓട്ടോക്കാരനുമായിട്ട് നമ്മുടെ ലേഖ്യ സംസാരിക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ ചോദിക്കുന്നത് ഇനി എന്താണ്, ഇവർ തമ്മിലുള്ള കറക്റ്റ് ഒരു ഇന്റർവ്യൂ ഫോർമാറ്റിലാണ് ഇനിയുള്ള ഭാഗങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം നാം ക്യാ ഹെ ആപ്ക, താങ്കളുടെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ രാജാറാം എന്നാണ്. ഹർ കഹാ ഹെ, വീട് എവിടെയാണ്. ഉന്നാവ് അല്ലെങ്കിൽ UP മേ. ഇനി അടുത്തായിട്ട് ചോദിക്കുന്ന ഇതാണ്, ഓട്ടോ ചലാന കൈസെ ശുരു കിയ, ഓട്ടോ ഓടിക്കാൻ എങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ പറയുന്ന മറുപടിയാണ് പഹലെ 8 സാൽ തക് റിക്ഷ ചലാത്താ രഹ, അതായത് എന്താണ്, ഏകദേശം 8 വർഷത്തോളം എന്താ ചെയ്യുന്നത്, റിക്ഷ ഓടിക്കുകയായിരുന്നു ചാന്ദിനി ചൗക്കിൽ. അവിടെ വെച്ച് എന്താണ്, കുറച്ച് ധനികനായിട്ടുള്ള ഒരാളെ കണ്ടു. അയാളെ കുറേ നാൾ ഹെൽപ്പ് ചെയ്തു. 1.5 സാൽ 1.5 വർഷത്തോളം അയാളെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ ദിവസവും എന്താണ് കൊണ്ടുപോകാറുണ്ട്. പക്ഷെ എന്താണ്, ഒരു പൈസ പോലും വാങ്ങിയില്ല. അപ്പോൾ അതിന് പകരമായിട്ട് അദ്ദേഹം കൊടുത്തതാണ് ഒരു പുരാന ഓട്ടോ ലേതി, ഒരു പഴയ ഓട്ടോ അദ്ദേഹം കൊടുത്തു. അതാണ് ഇപ്പോൾ ഇയാൾ ഓടിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് എന്താണ് ചെയ്തിരുന്നത്, അതായത് ഈ റിക്ഷയൊക്കെ ഓടിക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്തിരുന്നത്, ഗാവുമേ മസ്തൂരി കർത്താത, ഗ്രാമത്തിൽ എന്താണ് കൂലിപ്പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഹേത്തോമ്മ, അതായത് കൃഷിയിടങ്ങളിലും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ വീട് എന്ന് പറയുന്ന ബാരിഷോമ ടെഹ് ഗയാത, ബാരിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയത്ത് ഇവരുടെ വീട് എന്താണ് ഒലിച്ചുപോയി. ദൊബാര മേവസെ ബൻവാനഹി പായ, പക്ഷെ എന്താണ് പിന്നീട് അത് നിർമ്മിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. പൂക്മ രീതി, പട്ടിണിയായിരുന്നു. അപ്പം അങ്ങനെ അവസാനം തീരുമാനിച്ചതാണ് ദില്ലിയിലേക്ക് പോകാമെന്ന്. അപ്പോൾ പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഗ്രാമത്തിൽ കോയി ജമീൻ നഹീദി, അതായത് ഗ്രാമത്തിൽ സ്ഥലമൊന്നുമില്ലേ. അപ്പോൾ പറയുന്ന ഇതാണ്, ഹമാരെ പാസ് കബി സെമീൻ നഹീദ്, ഞങ്ങളുടെ അടുത്ത് നിന്നാണ് സ്വന്തമായിട്ടെന്ന് പറയാൻ സെമീനൊന്നും തന്നെ ഇല്ല. ഇനി അടുത്താണ് ലേക്കിൻ ദില്ലിക്ക് ക്യോ ആനാ ചാത്തേത്, അപ്പോൾ എന്തുകൊണ്ടാണ് ദില്ലിയിലേക്ക് വരാനുള്ള കാരണം. ഇതൊക്കെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ്, ഗ്രാമത്തിൽ ആദ്യം ബോച്ച ഡോത്താത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമടെടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ആലോചിച്ചാണ് മേരെ സിർപ്പർ, അതായത് എൻ്റെ തലയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ തന്നെ എന്താണ് ഒരു മേൽക്കൂരയില്ല, മീൻസ് ഒരു വീടില്ല. അപ്പോൾ പിന്നെ എന്താണ്, ഗ്രാമത്തിൽ ഇറങ്ങിയാലും ദില്ലിയിലെ റൂട്ടിൽ ഇറങ്ങിയാലും എന്താണ് ഒരുപോലെ തന്നെയാണ്. അങ്ങനെയാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ആദ്യം കാൺപൂരിൽ വന്നു, പിന്നെ അവിടെ നിന്ന് ദില്ലിയിലേക്ക് വന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമുക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. അതായത് കുറേ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അത് ഓർഡറിലാക്കാൻ പറഞ്ഞ് തരാം. അത് ആ മോഡലിൽ ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ഈ പാഠത്തിൽ നിന്ന്. അബ് ഖുഷ് യഹാംബർ, അപ്പോൾ ഇനി ചോദിക്കുന്നതാണ്, താങ്കൾ ഇവിടെ ഹാപ്പിയാണോ. അപ്പോൾ പറയുന്ന മറുപടി ഇതാണ്, പേഡ് ഫർനെ ആയാത, അതായത് എന്താണ്, വയറ് നിറയ്ക്കാൻ അല്ലെങ്കിൽ ആഹാരത്തിന് വേണ്ടിയാണ് വന്നത്. മുജെ ഖുഷിയേക്ക് ഓ ഫർലേത്താകും, അപ്പോൾ എന്താണ്, അതെനിക്ക് കഴിക്കാൻ കിട്ടുന്നുണ്ട്, ആ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണെന്നാണ് പറയുന്നത്. ഇനി അടുത്താണ്, ഓട്ടോ ചലാത്തേ ഹുയെ കൈസാ ലഗ്താ, അപ്പോൾ ഓട്ടോ ഓടിക്കുമ്പോൾ എങ്ങനെ, അത് ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. ഓട്ടോ ബടി മുഷ്കിൽ സവാരി ഹെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല, ബുദ്ധിമുട്ടാണ്. യങ്ങായിട്ടുള്ളവരെ സംബന്ധിച്ച് കുഴപ്പമില്ല, പക്ഷെ ഇദ്ദേഹമൊക്കെ കുറച്ചുകൂടി ഏജ്ഡ് ആണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്താണ്, അവിടെയുള്ള പൊല്യൂഷനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ആപ്കി എ ഹാസിയ ദുബായ്ക്ക് കാരൻ, അപ്പോൾ എന്താണ്, ഇദ്ദേഹത്തിന്റെ ചുമ വരാനുള്ള കാരണം ഒരുപക്ഷെ ഈ ട്രാഫിക്കിൽ തന്നെ കിടക്കുന്നതുകൊണ്ടായിരിക്കാം. ഓക്കെ,
കാരണം ശ്വസിക്കുന്നത് തന്നെ എന്താണ് ഈ ഒരു ട്രാഫിക്കിൽ ഉണ്ടാകുന്ന പുകയൊക്കെയാണ്, അതുകൊണ്ടായിരിക്കാം ചുമ. ഇനി ഉമ്ര ക്യാ ഹോഗി ആപ്കി, അപ്പോൾ വയസ്സ് ചോദിക്കുന്നുണ്ട്, പക്ഷെ എന്താണ് ഏകദേശമൊക്കെ പറയുന്നുള്ളൂ. ലേഖിക്ക് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് ഏകദേശം എന്താണ് 40 വയസ്സ് അദ്ദേഹത്തിന് കാണുമെന്നാണ് ലേഖിക്ക് തോന്നുന്നത്. ഇനി അടുത്ത ചോദിക്കുന്നുണ്ട് ആപ്കെ ലിയെ ഏക് അച്ഛാ ദിൻ ക്യാ ഹോത്താ ഹൈ, താങ്കളെ സംബന്ധിച്ചൊരു നല്ല ദിവസം എന്ന് പറയുന്നത് എന്താണ്? അച്ഛാ ദിൻ കഹത്തെ ഹി മേരെ മുഹ് മേ പാനി ഭർ ആതാ ഹൈ, അതായത് എന്താണ് ഒരു നല്ല ദിവസം എന്ന് പറയുന്നത് എന്താണ് ആവശ്യത്തിന് ആഹാരം കിട്ടുക, അതുപോലെ തന്നെ ഓട്ടോ ഒക്കെ ഓടിക്കാൻ പറ്റുന്നതാണ് നല്ല ദിവസം. അതുപോലെ തന്നെ വേറെ എന്താണ് നല്ലൊരു നേച്ചർ ഉള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അതും എന്താണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു നല്ല ദിവസമാണ്. അപ്പോൾ 2 നേരത്തെ ആഹാരത്തിനാണ് അദ്ദേഹം എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ എൻഡിങ്ങിലേക്ക് വരുവാണെങ്കിൽ അവിടെ പറയുന്ന 2 പോയിന്റ്സ് ആണ്. ഹം ഏക് ഹി ഷഹർ മേ രഹത്തെ ഹുയെ ദോ അലഗ് അലഗ് മൗസമോ മേ രഹത്തെ ഹി, അതായത് എന്താണ് ഈ ലേഹി ആണെങ്കിലും വൃഷാവാല ആണെങ്കിലും നമ്മുടെ രാജാറാം ആണെങ്കിലും എന്താണ് ഒരേ പട്ടണത്തിലാണെങ്കിലും 2 അവസ്ഥയാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതം എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒരാൾ എന്താണ് എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടിയാണ് ജീവിക്കുന്നത്, രണ്ടാമത്തെ ആൾ എന്താണ് പട്ടിണിയാണ് നേരിടുന്നത്. ഹർ ഓർ ബേഹരിക്ക് മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് വീടുണ്ട്, പക്ഷെ നമ്മുടെ രാജാറാമിന് പറയാൻ വീട് പോലും ഇല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ സംസ്മരണം അവിടെ തീരുവാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞ രീതിയിലുള്ള സ്ക്രിപ്റ്റ് അടക്കമുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താണ് കിസ്നെ കിസ്സെ കഹ, ഈ ആരുടെ അടുത്ത് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു സെന്റൻസ് തന്നിട്ട് ഇവിടെ വഹ് എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്, ആ രീതിയിലും നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഓരോ ഡയലോഗുകൾ തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം. ഓക്കെ, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ വാക്യോങ്കോ സഹി ക്രമസെ ലിഖിയ, അതായത് കറക്റ്റ് ക്രമത്തിൽ എഴുതാൻ പറഞ്ഞും നിങ്ങളുടെ അടുത്ത് എക്സാമിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. പിന്നെ ഇപ്പം എന്താണ് സെൻറ്റൻസ് കമ്പൈൻ ചെയ്ത് 2 സെൻറ്റൻസ് കമ്പൈൻ ചെയ്ത് എഴുതാൻ പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് എക്സ്ട്രാ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ബേഹറോങ്കി സമസ്യ, അതായത് വീടില്ലാത്തവരുടെ പ്രശ്നങ്ങൾ. അതിപ്പോൾ നമ്മുടെ രാജാറാമിൻ്റെ ഇതൊക്കെയായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അവസാനം ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമ്മുടെ സംസ്മരണയുടെ പേരാണ് ദില്ലി മ്യൂണിൻ്റെ, എഴുതിയത് ഗഗൻ ഗില്ലാണ്, ആ റൈറ്ററിൻ്റെ പേര്. അത് ഏത് പാഠമാണെങ്കിലും അത് കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് പാഠമാണ് മധുർ വചൻ എന്ന് പറയുന്ന ദോഹയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രമാത്രം. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.